ഹായ്, നമ്മളെ വയനാട്ടിൽ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സും ആയിട്ടൊക്കെ സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഹെറിറ്റേജ് ടൈപ്പ് പ്രൈവറ്റ് പൂൾ വില്ല കണ്ടാലോ. അപ്പോൾ വെൽക്കം ബാക്ക് മൈ ചാനൽ. ഏകദേശം 20ഓളം പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ പ്രോപ്പർട്ടിയിൽ 4 സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ് ഉള്ളത്. അതുപോലെ കിച്ചൺ ഫെസിലിറ്റി, ക്യാമ്പ് ഫയർ, മ്യൂസിക് സിസ്റ്റം ഇതൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ തന്നെ വയനാടിൻ്റെ മനോഹരമായ ഒരു ഏരിയയിലാണ് കേട്ടോ. കൽപ്പറ്റ, മേപ്പാടി, ഊട്ടി റോഡിൽ റിപ്പൺ എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വയനാടിൻ്റെ ഗ്രാമഭംഗിയൊക്കെ അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കിടിലം പ്രോപ്പർട്ടി തന്നെയാണ് ഇത്. പ്രോപ്പർട്ടിയുടെ മുകൾ വശത്തായി വരുന്ന ഒരു റൂമാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. അതുപോലെ ബാൽക്കണി ഉണ്ട്. നല്ല ഇൻറ്റീരിയർ വർക്ക്, നല്ല ഹൈജീനിക് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള റൂമാണ്. ഇത് പ്രോപ്പർട്ടിയുടെ താഴ്വശത്തായിട്ടുള്ള ഒരു റൂമാണ്. റൂംസിനെല്ലാം തന്നെ ബാൽക്കണി ഉണ്ട്. അത് തന്നെ ഇവിടുത്തെ ഒരു വലിയ പ്രത്യേകതയാണ്. 8 ഏക്കർ കോഫി പ്ലാന്റേഷൻ അകത്ത് വരുന്ന ഒരു നല്ല അടിപൊളി പ്രോപ്പർട്ടി. ഏതൊരു നാട്ടിൽ പോയാലും നമ്മൾ അവിടുത്തെ ഗ്രാമപ്രദേശങ്ങളിലുള്ള സ്റ്റേക്കേഷനുകൾ ചൂസ് ചെയ്യാൻ നോക്കുക. അടിപൊളിയാണ്. നമ്മൾ ആ നാടിനെ അറിയാനും ഗ്രാമഭംഗിയൊക്കെ ആസ്വദിക്കാനൊക്കെ പറ്റിയ ഇതുപോലെയുള്ള ഒരുപാട് പ്രോപ്പർട്ടികളുണ്ടാവും. അതിലൊക്കെ സ്റ്റേ ചെയ്താൽ തന്നെ നമുക്ക് മൈൻഡും ബോഡിയൊക്കെ ഒരു റിലാക്സ് ആവും. ഈ പ്രോപ്പർട്ടിക്ക് അടുത്തായിട്ട് തന്നെ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകൾ ഉണ്ട് കേട്ടോ. നമ്മളെ കാന്തൻപാറ വാട്ടർഫാള്, അതുപോലെ സൂചിപ്പാറ വാട്ടർഫാള്, പിന്നെ സിപ്പ് ലൈനുകൾ, അതുപോലെ 900 കണ്ടി ഗ്ലാസ് ബ്രിഡ്ജ്, അട്ടമല ഡിജിറ്റൽ ഗ്ലാസ് ബ്രിഡ്ജ്, അട്ടമല വ്യൂ പോയിന്റ്, ഇതൊക്കെ ഈ പ്രോപ്പർട്ടിയുടെ സറൗണ്ടിങ്ങിൽ തന്നെ വരുന്ന ടൂറിസ്റ്റ് പ്ലേസുകളാണ്. പിന്നെ പ്രോപ്പർട്ടിയുടെ ഒരു വശത്തായിട്ട് പ്ലാന്റേഷനോട് ചേർന്ന് നല്ല ഹൈജീനായിട്ട് അത്യാവശ്യം വലുപ്പമുള്ള സ്വിമ്മിംഗ് പൂൾ സെറ്റ് ചെയ്യുന്നുണ്ട്. വയനാടൻ മലനിരകളുടെ ഒരു ദൃശ്യ ഭംഗി നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ ഇരുന്നുകൊണ്ട് ആസ്വദിക്കാൻ പറ്റും. കോടയുള്ള ടൈമൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കോടമഞ്ഞും തണുത്ത കാറ്റും ഒക്കെ ആസ്വദിക്കാൻ പറ്റും. സ്റ്റേക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അതുപോലെ നമുക്കിപ്പോൾ സ്വന്തമായിട്ട് കുക്ക് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു കിച്ചൺ സ്പേസും ഇവിടെ ഉണ്ട് കേട്ടോ. അതുപോലെ പ്രോപ്പർട്ടിയുടെ വേറെ ഒരു വശത്തേക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ നമുക്ക് എടക്കൽ കേവ്, കാരാപ്പുഴ ഡാം, മഞ്ഞപ്പാറ ഹിൽ സ്റ്റേഷൻ, ചീങ്ങേരി ഹില്ല് ഇതൊക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. പിന്നെ ഊട്ടിക്കും നമുക്ക് അടുത്താണ് കേട്ടോ. ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ ഊട്ടിക്ക്. ഏകദേശം 35 കിലോമീറ്ററൊക്കെ സഞ്ചരിച്ചാൽ നമുക്ക് ഊട്ടി ബോർഡർ, ഗുഡല്ലൂരൊക്കെ എത്താൻ പറ്റും. അപ്പോൾ വയനാടേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ഇതുപോലുള്ള ഹിഡൻ ആയിട്ടുള്ള സ്റ്റേക്കേഷനുകളും ഹിഡൻ പ്ലേസസുകളൊക്കെ പരിചയപ്പെടാൻ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്കതുപോലെ വയനാട് വരുമ്പോൾ ടാക്സി സർവീസ്, ട്രാവൽ ഗൈഡ്, പിന്നെ നല്ല നല്ല ഫുഡ് സ്പോട്ടുകൾ ഇതൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ വിളിക്കാൻ മറക്കണ്ട. അടുത്ത ഒരു മനോഹരമായ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.